എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. ഇന്നത്തെ വിശേഷത്തില് ആദർശൻ നയനയും നവ്യയും കൂടെ അങ്ങനെ കാറിൽ പോവാണ്. അപ്പൊ 10 ലക്ഷം രൂപയൊക്കെ ആയിട്ട് ആ നിർമ്മലിന് കൊടുക്കാനും അങ്ങനെ നിർമ്മൽ അത് എടുക്കാൻ വരുമ്പോൾ നിർമ്മലിനെ പിടികൂടാനായിട്ടുമാണ് 3 പേരുടെയും പോക്ക്. ഈ സമയത്ത് നവ്യ ആദർശനോട് പറഞ്ഞു, എന്നാലും ആദർശേട്ടന് ഞങ്ങളുടെ കൂടെ ഒപ്പം തന്നെ നിന്നല്ലോ, എന്റെ നിരപരാധിത്വം മനസ്സിലാക്കാനായിട്ട് ആദർശേട്ടന് സാധിച്ചല്ലോ എന്ന് പറയാം. ഈ സമയം ആദർശ് പറഞ്ഞു, നീ നിരപരാധിയാന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമോ ഈ സമയം നിന്നോടൊപ്പം ഞാൻ നിന്നേ, പക്ഷെ കള്ളത്തരം കാണിക്കുന്ന മാത്രം എനിക്ക് പിടിക്കാത്തെന്ന് പറയണം. ഈ സമയത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോണ സമയത്ത് നവ്യയുടെ ഫോണിലേക്ക് പെട്ടെന്ന് ഒരു മെസ്സേജ് വരുവാണ്. നോയിക്കഴിഞ്ഞപ്പോഴത്തേനും നിർമ്മൽ വോയിസ് മെസ്സേജ് ഇട്ടേക്കുക. ആ പണം ആ ഗ്രൗണ്ടിന്റെ അവിടെയുള്ള വേസ്റ്റ് ബിന്നിനകത്ത് വെച്ചേക്കാനായിട്ട്. ആദർശം നയന് ഇത് കേട്ടു. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. നമ്മൾ മാറിക്കഴിയുമ്പോ അവനും ഒതുക്കത്തിൽ വന്ന് പണം എടുക്കാനായിട്ടാ. കൊള്ളാം. ഇത് കേട്ട് നയന് പറഞ്ഞു, കണ്ടില്ല അവന്റെ ബുദ്ധി കണ്ടില്ലെന്ന് ചോദിക്കുകയാണ്. ആദർശ് പറഞ്ഞു, അവൻ എന്ത് ബുദ്ധി പ്രയോഗിച്ചിട്ടും കാര്യമില്ല, ഇന്നത്തോടുകൂടി അവന്റെ കാര്യത്തിൽ തീരുമാനം. അവൻ പണം എടുക്കാൻ വന്നു കഴിയുമ്പോൾ നമുക്ക് അവനെ പിടിക്കാന്ന് പറയാണ്. അല്ല, അവന് ഓടി രക്ഷപ്പെടും. എവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട്? ഒരു കാരണവശാലും അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അങ്ങനെ 3 പേരും കൂടെ ഗ്രൗണ്ടിന്റെ അവിടെ കാറിൽ പോയി ഇറങ്ങുവാണ്. നവ്യോട് പറഞ്ഞു, നീ പോയി പണം വെക്കാൻ പറയണം. ആദർശേട്ടാ, ഞാൻ പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, നീ ധൈര്യമായിട്ട് കൊണ്ട് പണം വെച്ചാളാൻ പറയണേ. അങ്ങനെ നവ്യ കൊണ്ടുപോയി ആ വേസ്റ്റ് ബിന്നിനകത്തേക്ക് പണം വെക്കുവാണ്. പണം വെച്ചിട്ട് മരത്തിനോട് 3 പേരും കൂടെ മാറി നിന്നു. മാറുന്ന സമയത്ത് ബൈക്കിലൊരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് വരുവാ, ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട്. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ആരെല്ലാം നോക്കുന്നുണ്ടെന്ന്. പതുക്കെ അങ്ങോട്ട് വന്നിട്ട് ആ വേസ്റ്റ് ബിൻ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് നിന്ന് ബാഗ് എടുക്കുവാണ്. ബാഗ് എടുത്തോണ്ട് കടന്നു കളയാൻ ശ്രമിക്കുന്ന സമയത്ത് ആദർശം നയനെ നവ്യ എല്ലാം കൂടെ ഓടി വന്നു. ആദർശം വന്ന് അവനെ പിടികൂടി. നിക്കട അവിടെ എന്ന് പറഞ്ഞ് പിടികൂടുവാണ്. എന്നിട്ട് 2-3 അടിയൊക്കെ അവനിട്ട് കൊടുത്തു. പിന്നീട് അവന്റെ ഹെൽമെറ്റ് ഊരി മാറ്റാനായിട്ട് അങ്ങ് ശ്രമിച്ചു കഴിയുമ്പോഴത്തേനും അവനെ കുതിരി മാറ്റി ഓടാൻ ശ്രമിച്ചു ബാഗും പിടിച്ചോണ്ട്. പക്ഷെ ആദർശ് വിട്ടില്ല. ആദർശ് ധൈര്യപൂർവ്വം അവന്റെ ഹെൽമെറ്റ് അങ്ങോട്ട് ഊരി മാറ്റിയപ്പോ കാണുന്ന കാഴ്ചയോ, ഇതുവരെയും കാണാത്തൊരു പുതിയ മുഖം. ആ മുഖം കണ്ട് നവ്യ നയനെ വരെ ഞെട്ടി. നിർമ്മലോ അല്ല, അഭിയല്ല, പിന്നെ ഇവനാര്? പെട്ടെന്ന് ആദർശ് ചോദിച്ചു, നീ ഏതാടാന്ന് ചോദിക്കട്ടെ. നീ എന്തിനീ ബാഗ് വന്നെടുത്തേന്ന് ചോദിക്കുക. എന്റെ പൊന്നു സാറേ, മഹേഷ് പറഞ്ഞിട്ടാ ഞാൻ ഈ ബാഗ് എടുത്ത. മഹേഷോ? അതാരാ? എൻ്റെ ഒരു കൂട്ടുകാരനാ മഹേഷ്. അവൻ പറഞ്ഞു, ഈ ബാഗ് ആ വേസ്റ്റ് ബിന്നിനകത്ത് ഒരാൾ കൊണ്ടേ വെക്കും, അവിടെ നിന്ന് അത് എടുത്തോണ്ട് വരുവാണെങ്കിൽ 5000 രൂപ തരാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ പണി ചെയ്തതെന്ന് പറയും. ഓഹ്, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം മനഃപൂർവ്വമാണ് കരുതി കൂട്ടി തങ്ങൾ ഇങ്ങോട്ട് വരുമെന്നൊക്കെ ആർക്കും അറിയാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബാഗ് അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനായിട്ട് വന്നതാണ് ഇവനെ. ഇനി ഇവനെ തല്ലിയിട്ട് കാര്യമില്ലല്ലോ. പെട്ടെന്ന് ആദർശ് പറഞ്ഞു, അതെ, ഒരു കാര്യം ചെയ്യാം, 5000 രൂപയല്ലേ നിനക്ക് വേണ്ടത്? 5000 രൂപ ഞാൻ തന്നേക്കാന്ന് പറഞ്ഞ് 5000 രൂപ എടുത്ത് കൊടുക്കുക. നിന്റെ ഫോൺ നമ്പർ എത്രയാണെന്ന് ചോദിക്കുകയാണ്. ഫോൺ നമ്പർ വാങ്ങിക്കുവാണ്. അതെ, എന്തായാലും ഒരു കാരണം ഉണ്ടെങ്കിൽ ഇനിയിപ്പം നീ ചെന്ന് കഴിയുമ്പോൾ നിന്നെ അവന്മാർ ചിലപ്പം വിളിക്കുമായിരിക്കും. വിളിച്ചു കഴിയുമ്പോഴത്തേനും നീ അപ്പം തന്നെ എന്നെ വിവരം അറിയിക്കണം. പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയണം. പെട്ടെന്ന് അതിന് ചോദിച്ചു, നിനക്ക് നിർമ്മലിനെ അറിയാവുന്ന ചോദിക്കും. നിർമ്മലോ? ഏത് നിർമ്മല്? എനിക്ക് നിർമ്മലിനെ ഒന്നും അറിയത്തില്ല, ആകെപ്പാടെ മഹേഷിനെ അറിയത്തുള്ളൂ. ശരി ശരി, നീ പൊക്കോന്നും പറഞ്ഞിട്ട് അവനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. അങ്ങനെ അവൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം അബിയുടെ പണി തന്നെയാ, അവന്റെ കളിയായത്, അവനാ ഇതിന്റെ പിന്നില്. അവന് പിടിക്കപ്പെടുമെന്നായി കഴിഞ്ഞപ്പോഴത്തേനും അവൻ വേറെ ആളെ പറഞ്ഞു വിട്ടേക്കുക, അവനും നിർബലം കൂടെ കൂടിയിട്ട്. പെട്ടെന്ന് ആദർശ് പറഞ്ഞു, ദേ, എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നൊന്നും ഇല്ല എന്ന് പറയാണ്. ഇനിയിപ്പം നിന്റെ സംശയം മാറിയില്ലോ അങ്ങോട്ട്, ഇപ്പൊ അബി ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്ന് പറയാണ്. നബി പറഞ്ഞു, ആദർശാണ് അങ്ങനെ പറയാൻ വരട്ടെ, ഞാൻ നിങ്ങളുടെ മുന്നിൽ കുറെ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ഞാൻ വയറ്റി തലവണ കെട്ടി വെച്ചോണ്ട് അതിന്റെ നിവൃത്തികേട് കൊണ്ട് അങ്ങനെ കാണിച്ചേ. ഇപ്പം നയന ആദർശനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. എനിക്ക് പക്ഷെ ഇന്നുവരെ അങ്ങനെ തുറന്നു പറയാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബി അത് വിശ്വസിക്കാനും പോകുന്നില്ല. നിങ്ങളുടെ 2 പേരുടെയും ജീവിതം കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓരോ കുരുത്തക്കേടുകളൊക്കെ ഒപ്പിച്ചോണ്ടിരുന്നത്. ഈ സമയം നയന മനസ്സിൽ പറയാ, തങ്ങളുടെ ജീവിതം താൻ എങ്ങനെ ജീവിക്കണം എന്നുള്ള തനിക്ക് ആദർശനോ അല്ലേ അറിയത്തുള്ളൂ. തങ്ങൾ ഇതുവരെയായിട്ട് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല. പക്ഷെ എല്ലാവരുടെ മുന്നിൽ അഭിനയിക്കുക എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ലല്ലോ. നവ്യ പറഞ്ഞ്, നയന പറഞ്ഞ കാര്യങ്ങൾ ഒരു പരിധിവരെ ശരിയാ. ആരും കാണിക്കാത്ത പരിപാടിയാണ് സ്വന്തം ഭാര്യയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ കാണിച്ചു വെക്കുന്നത്. പക്ഷെ അബി അങ്ങനെ ചെയ്യും. ആദർശനം അറിയാവോ, ഞാൻ പലതും മറച്ചു വെച്ചതാ. എനിക്ക് വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് അബിയുടെ അമ്മയും പലവട്ടം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അന്നെല്ലാം വയറ്റ് കുഞ്ഞില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടു പോയത്. കുഞ്ഞുണ്ടായിരുന്നത് പണ്ടേ അത് അബോർട്ടായി പോയനും. ഞാൻ നിങ്ങളോടെല്ലാം മറച്ചു വെച്ചാ. കാരണം ഞാൻ സ്നേഹിച്ച പുരുഷന് എന്നെ ഇങ്ങനെ വഞ്ചിക്കുന്നത് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ നാണക്കേടാണല്ലോ. അപ്പൊ എല്ലാവരുടെ മുന്നിൽ ഞങ്ങൾ നല്ല ജീവിതം നയിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോടെല്ലാം കള്ളത്തരം പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ അഭിനയിക്കുകയോ ചെയ്തെന്ന് പറയാം. ആദർശന് ഇതെല്ലാം പുതിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു, അഭിനയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്. പെട്ടെന്ന് ആദർശ് പറഞ്ഞു, അവൻ ചെറുതരെ തരികടയായിരുന്നു എനിക്കറിയാം.
അവൻ അതുപോലെ തരികിട പണിപാടേ കാണിച്ചിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴും അങ്ങനെ തന്നെയാന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം. ആദർശേട്ടൻ വിശ്വസിച്ചാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതം എന്ന് പറയണം. ആദർശ് പറഞ്ഞു, പക്ഷെ എല്ലാം ഞാൻ സമ്മതിക്കാം. ആ ഇപ്പം നീ നിരപരാധിയാന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ ആ വയറ്റിൽ തലാണ കെട്ടി വെച്ചോണ്ട് നടന്ന അതെനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെന്ന് പറയണം. നയന പറഞ്ഞു, അത് ചേച്ചിയുടെ ആ സമയത്തെ ആ ഒരു അറിവില്ലായ്മ കൊണ്ട് ചേച്ചി ചെയ്തു പോയതല്ലേ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആദർശേട്ടാ, ബാ നമുക്ക് പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം വണ്ടിയെ കയറാൻ തുടങ്ങിയപ്പോൾ നയനേശ്, അല്ല ഈ ബാഗിനകത്ത് എന്താ 10 ലക്ഷം രൂപയാണെന്ന് ചോദിക്കും. ആദർശ് പറഞ്ഞു, ഓ നീ ഭയങ്കര ബുദ്ധിമതി എന്നല്ല പറഞ്ഞത്, നീ തുറന്നു നോക്കാൻ പറയണം. അങ്ങനെ നയനെ തുറന്നു നോക്കിയപ്പോൾ കുറെ പേപ്പർ കിട്ട് മാത്രം അതിനകത്ത്. ഇതോ? പിന്നല്ലാതെ 10 ലക്ഷം രൂപ വെച്ചിട്ട് അവന് കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അധികം വൈകാതെ കണ്ടോ അവന് പോലീസ് കസ്റ്റഡിയിലാവും, അന്നറിയാൻ പറ്റും ഇതിന്റെ പുറയിൽ ആരാന്നുള്ളത്. അതുവരെ വെയിറ്റ് ചെയ്താ അതോടുകൂടി എല്ലാവരുടെ സംശയങ്ങളൊക്കെ മാറൂല്ലോ എന്ന് പറയണം. അങ്ങനെ അവര് വീട്ടിലേക്ക് തിരിക്കുക. ഈ സമയത്ത് അബി ഇങ്ങനെ സെറ്റേൽ ഇങ്ങനെ ചാരി കിടക്കുക. മുത്തശ്ശി അങ്ങോട്ട് വന്നു. ഇതെന്താ മോനെ നീ ഇവിടെ കിടക്കുന്നത്? അബി എഴുന്നേക്കടാന്ന് പറയാ. പെട്ടെന്ന് അബി എഴുന്നേറ്റിട്ട്, ആഹാ ഇതെന്താ മുത്തശ്ശിയാണോ? മുത്തശ്ശിക്ക് എന്താ 10 വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ടല്ലോ, വയസ്സായതെന്ന് കണ്ടതേ തോന്നില്ല. ആകപ്പാടെ നാക്കെല്ലാം കൂടെ ആടി ഉലയുന്നുണ്ട് അങ്ങോട്ട്. കുഴകുഴാന്നായിരിക്കണം നാക്കൊക്കെ, ഒന്നും പറഞ്ഞിട്ട് തിരിയണ പോലും ഇല്ല. മുത്തശ്ശി, മോനെ അബി നിനക്കിത് എന്ത് പറ്റിയെന്ന് ചോദിക്കാണ്. ഈ സമയത്ത് ദേവേനി ജയനും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നേ. ജയ ഇങ്ങോട്ട് വന്നേ, ഇവനിത് എന്ത് പറ്റിയെന്ന് നോക്കാൻ പറയാണ്. അപ്പൊ ഇവ സംസാരിക്കുമ്പോ ആ സ്മെല്ലടിക്കുന്നുണ്ടായിരുന്നു മദ്യത്തിന്റെ. പെട്ടെന്ന് ജയം വന്നിട്ട്, ഇതെന്താ അബി നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കണം. ആഹാ നമസ്കാരം വല്യച്ചാന്നും പറഞ്ഞോണ്ട് കൈ കൂപ്പുവാണ്. നീ മദ്യപിച്ചിട്ടുണ്ടാടാന്ന് ചോദിക്കും. ഉണ്ട്, ഞാൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് പറയും. ആഹാ നിനക്കിത് എന്ത് ധൈര്യത്തിലാണ് നീ പട്ടാപ്പാലും മദ്യപിച്ചിട്ട് ഇങ്ങോട്ട് വന്നേക്കുന്നത്? ഇതിനു മുമ്പ് ആരും ഇങ്ങനെ മദ്യപിച്ച് ഇവിടെ വന്നിട്ടില്ല, അറിയാലോ. ദേവയാനിയും പറഞ്ഞു, ഇതെങ്ങാനും നിന്റെ മുത്തശ്ശൻ അറിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്ന നിനക്ക് അറിയാവുന്ന ചോദിക്കുകയാണ്. ആരറിഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് മദ്യപിക്കാൻ തോന്നി ഞാൻ മദ്യപിക്കും, ഇനിയും ഞാൻ മദ്യപിക്കും എന്ന് പറയണം. ജയം പറഞ്ഞു, നിനക്ക് എന്ത് ധൈര്യം അബി, നീ എന്തിനു വേണ്ടി ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നേ? ആരും ഇതുപോലത്തെ പരിപാടി ഇന്ന് വരെ കാണിച്ചിട്ടില്ല. ഓഹോ, അല്ല വല്യച്ഛൻ മദ്യപിക്കാറില്ലേ? എന്നിട്ട് ആരിലൂടെ ചോദ്യം ചെയ്യാറുണ്ടോ? ഇല്ല. എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ മദ്യപിക്കാറുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കാറൊന്നുമില്ല. മദ്യപിച്ച് ലെക്ക് കേട്ടോ, അത് ഈ പട്ടാപ്പകൽ ഇങ്ങനെ വന്ന് തോന്നിയാസം പറയാറൊന്നും ഇല്ലെന്ന്. ഓ ഇപ്പൊ ഞാൻ പകല് മദ്യപിച്ചായിരിക്കും കുഴപ്പമെന്ന് പറയാണ്. ഈ സമയം ജലജ അങ്ങോട്ട് വന്നു. ജലജ കണ്ടതും മുത്തശ്ശി പറഞ്ഞു, നോക്കടി നിന്റെ മോന് നോക്കാൻ പറയണ. പെട്ടെന്ന് വന്നിട്ട്, എന്താണ് നിനക്ക് എന്ത് പറ്റി? ഓ ഞാൻ ഇച്ചിരി മദ്യപിച്ചേന്, ഇവരെല്ലാരും കൂടെ കൂടിയിട്ട് എന്നെ ക്രോസ് വിസ്താരം നടത്തും എന്റെ അമ്മയെന്ന് പറഞ്ഞു. നീ മദ്യപിച്ചോ? അതെ. എനിക്ക് എന്നെ മദ്യപിച്ചു കൂടെന്ന് ചോദിക്കുക. എടാ അഭി നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? എന്താമ്മ ഇത്? ഞാൻ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തക്കതായ കാരണം കാണുമെന്ന് പറയണം. ഈ സമയത്ത് മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നേ. മൂർത്തി മുത്തശ്ശനെ കണ്ടതും മുത്തശ്ശി എല്ലാരും ഒന്ന് ഞെട്ടിത്തെരിച്ചു. പെട്ടെന്ന് മുത്തശ്ശൻ വന്നിട്ട്, എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ ഞാൻ പെട്ടെന്ന് അഭി പറഞ്ഞു, മുത്തശ്ശ എന്ത് പറയാനാ, ഞാൻ ഇച്ചിരി മദ്യപിച്ചാൻ ഇവരെല്ലാരും കൂടെ കൂടിയിട്ട് എന്നെ ഇങ്ങനെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുക. നീ മദ്യപിച്ചെന്ന് ചോദിക്കുകയാണ്, അത് പട്ടാപ്പോലെ. അത് മുത്തശ്ശ പിന്നെ സാഹചര്യം അങ്ങനെയായിപ്പോയി, അതുകൊണ്ട് ഞാൻ മദ്യപിച്ചാന്ന് പറയണം. അഭി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുവാണ്. പെട്ടെന്ന് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, എന്ത് ധൈര്യത്തിലാടാ ഈ വീട്ടില് ഈ അനന്തപുരി തറവാട്ടില് ഇന്ന് വരെ ഇങ്ങനെ ആരും വന്നിട്ടില്ല, അത് ഈ പകൽ ഇങ്ങനെ മദ്യപിച്ച് ലെക്ക് കേട്ട്. നീ പണ്ടേ നീ ശരിയല്ലെന്ന് എനിക്ക് അറിയായിരുന്നു, പക്ഷെ ഇപ്പൊ നീ എന്നെ കാണിക്കാണ് എങ്ങനെ ചെയ്തേന്ന് ചോദിക്കണം. എന്റെ മുത്തശ്ശ ഇച്ചിരി മദ്യപിച്ചതിന് മുത്തശ്ശൻ എന്നെ ഇങ്ങനെ ചീത്ത പറയണമെന്ന് ചോദിക്കണം. പറഞ്ഞ് തീരുന്നതിന് മുമ്പ് കാരണം തീർത്ത് ഒറ്റ ഒരെണ്ണം കൊടുത്ത അബിയുടെ മൂർത്തി മുത്തശ്ശൻ. പട്ടാപ്പാലും മദ്യപിച്ച് വന്നിട്ട് അവൻ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇറങ്ങിക്കോണം, നീ നിന്റെ അമ്മയും സഹിക്കുന്നതിനൊരു പരിധി ഉണ്ടെന്ന് പറയണം. പെട്ടെന്ന് ജലജ വന്നിട്ട് പറഞ്ഞു, അല്ലച്ചാ ക്ഷമിക്കച്ചാ, ഒരു തവണത്തേക്ക് അവനോട് ഒരു ക്ഷമിക്കുക, അവനെ അറിയാതെ പറ്റിപ്പോയതില്ല. അറിയാതെ പറ്റുന്നോ? ഇതാണടി അറിയാതെ പറ്റുന്നേ. തോന്നിയാസം കാണിച്ചിട്ട് അവൻ വന്ന് നിന്ന് അഭ്യാസം കാണിച്ചിട്ട് അവൻ പറയുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങോട്ട് ഉറഞ്ഞു തുള്ളുവാണ്. അഭി പറഞ്ഞു, തല്ലിക്കോ, തല്ലിക്കൊന്നാലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഇനിയും മദ്യപിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ നിനക്ക് ഈ കിട്ടിയതൊന്നും പോരേന്ന് ചോദിക്കുകയാണ്. പക്ഷെ കാര്യമുണ്ട്, ഞാൻ എന്തിനാ മദ്യപിക്കണമെന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ? എന്റെ അവസ്ഥ കൊണ്ടാണ് ഞാൻ മദ്യപിച്ചേ. നിനക്ക് എന്താണ് ഇപ്പൊ ഇതിന് മാത്രം അവസ്ഥ ഇരിക്കുന്ന ദേവേനെ ചോദിക്കോ? അവസ്ഥയോ? അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അബി അവിടെ എടുത്തു വെച്ചിരുന്ന കുറച്ച് ഫോട്ടോസ് ഇങ്ങ് എടുക്കുവാണ്. അതെല്ലാം കൂടെ നോക്കിയിട്ട് അതെല്ലാം മുകളിലേക്ക് ഒരൊറ്റ ഏറുകയാണ്. അതെല്ലാം താഴേക്ക് വന്ന് ചെതറി വീണു. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും നവ്യയും നിർമ്മലും കൂടെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ഫോട്ടോസുകളൊക്കെ എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഈ ഫോട്ടോസ് താഴേക്ക് വീണ ഫോട്ടോസ് എല്ലാം കണ്ടിട്ട് മുത്തശ്ശിയുടെ ചിന്തയിലേക്ക് പെട്ടെന്ന് വന്നേ. അന്ന് നവ്യ മുറി വന്ന് താൻ ഈ ഫോട്ടോസ് കൊറിയർ വന്നപ്പോൾ നവ്യയുടെ മുറിയിലേക്ക് ഇതുമായിട്ട് ചെന്നേ. പിന്നീട് ഇത് കണ്ടപ്പോൾ നവ്യയോട് ചോദിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. അന്ന് നവ്യ പറഞ്ഞ്, എൻ്റെ
ക്ലാസ്മേറ്റ് ആയിരുന്നു. ഇവന് പലപ്പോഴും എന്നെ ശല്യം ചെയ്ത് പുറകെ നടന്നിട്ടുണ്ട് മുത്തശ്ശി. പക്ഷെ അന്നൊന്നും ഞാൻ ഇവനെ അടുത്ത് അടുപ്പിച്ചിട്ട് പോലില്ലേ. ഇവനെ ഇഷ്ടമാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവനെ അകറ്റുക ചെയ്തേ. ഒരു പക്ഷെ അതിന്റെ വൈരാഗ്യം തീർക്കുന്നതായിരിക്കും ഇവന്. അല്ലാതെ ഈ ഫോട്ടോയിൽ കാണിക്കുന്ന പോലെ ഞാൻ ഇവന് യാതൊരു ബന്ധമില്ലെന്ന് മുത്തശ്ശി എന്ന് പറഞ്ഞ്. പെട്ടെന്ന് മുത്തശ്ശിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഈ സമയം ജയൻ പറഞ്ഞു, ഈ ഫോട്ടോ കണ്ടിട്ടാണ് നീ മദ്യപിച്ചേ? എടാ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഫോട്ടോസൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അത് നിനക്ക് അറിയത്തില്ല അവീന്ന് ചോദിക്കുകയാണ്. ബുദ്ധിമുട്ടില്ല പോലും. ഇതൊന്നും ക്രിയേറ്റ് ചെയ്തതല്ല, ഇത് ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങളാന്ന് പറയാ. അല്ലേലും അവൾ ഇന്ന് വരെ സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അവൾ എന്നും കള്ളത്തരമല്ലേ പറഞ്ഞിട്ടുള്ളൂ. ദേവേനോ ശരിയാ, വയറ്റത്തൊരു പാടും കെട്ടിവെച്ച് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ് നടന്നവളാ. അവൾ ഇതല്ല ചിലപ്പോൾ ഇതിനപ്പുറവും ചെയ്യുമെന്ന് പറയാണ്. ജലഞ്ഞമ്മൾ ശരിയാ, എന്റെ മോൻ ഈ സമയത്ത് മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട്. അച്ഛനൊരു കാര്യം ചെയ്യാം, അവളെ ഈ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാൻ നോക്ക്. എന്നാലേ ഈ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുള്ളൂ. അവളെ മാത്രമല്ല, അവളുടെ അനിയത്തി എന്ന് പറയുന്ന അവളുണ്ടല്ലോ, രണ്ടും കണക്കാന്ന് പറയണം. പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, നീ എന്തിനാ നയനമോളെ കുറ്റപ്പെടുത്തുന്നേ? നയനമോൾ ഇങ്ങനത്തെ തെറ്റൊന്നും ചെയ്യില്ല എന്ന് പറയണം. ദേവേന് പറഞ്ഞു, അവള് തെറ്റ് ചെയ്യില്ലെന്ന് ആര് കണ്ടു? ചേച്ചി അനിയത്തി ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു രക്തത്തിൽ പറഞ്ഞല്ലേന്ന് ചോദിക്കണം. മുത്തശ്ശൻ പറഞ്ഞു, ദേവേനെ നിന്റെ നാവടക്കി വെച്ചോ നീ. ആരൊക്കെ എന്തൊക്കെ കുറ്റങ്ങൾ ചെയ്താലും നയനമോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം. വെറുതെ അവളെ കുറ്റപ്പെടുത്താൻ നിൽക്കണമെന്ന് പറയണം. എല്ലാരും കൂടെ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും അവറ്റകൾ ഈ വീട്ടിൽ നിന്ന് പോകാൻ പോകുന്നില്ല. എല്ലാരും അവരെ കൈക്കുമ്പിൽ കൊണ്ട് നമ്മാനം ആടിക്കൊണ്ട് നടക്കുകയുള്ളൂ. അവസാനം ഞാനും എൻ്റെ അമ്മ ഈ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മേനെ പുറത്താക്കാനേ എല്ലാവരും ശ്രമിക്കുള്ളൂ. അല്ലേലും എനിക്കും എൻ്റെ അമ്മയ്ക്കും ഇന്ന് വരെ ഈ കുടുംബത്തിൽ യാതൊരു വിലയുണ്ടോ എന്ന് ചോദിക്കുക. പറഞ്ഞ്, എനിക്കറിയാം ഇനിയും ഞാൻ മദ്യപിക്കും. എനിക്കിനി മദ്യത്തിൽ മാത്രമേ ഒരു സമാധാനം ഉണ്ടാകത്തുള്ളൂ. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ ഞാൻ മദ്യപിക്കാതെ പിന്നെ എന്ത് ചെയ്യാനെന്ന് ചോദിക്കുക. പെട്ടെന്ന് ദേവേനെ ചോദിച്ചു, അല്ല നിന്റെ മരുമോൾ എന്തേ, നവ്യ എന്തേന്ന് ചോദിക്കുകയാണ്. ശൈലജ പറഞ്ഞു, അവളിവിടെ ഇല്ല, അവൾ എങ്ങോട്ടോ പോയേക്കുന്നോ, ഊരി ചുറ്റാൻ പോയേക്കുക, അവന്റെ കൂടെ പോയതായിരിക്കും എന്ന് പറയാം. അവര് ശരിയാ, അവന്റെ കൂടെ കറങ്ങാൻ പോയതായിരിക്കും അവൾ എന്നെ പറ്റിച്ചിട്ട് അവൾ ഇന്നലെ രാത്രി തന്നെ കണ്ടില്ലേ, എന്തൊക്കെയോ ഇവിടെ ദുരൂഹതകളുണ്ട്. 3 പേരും കൂടെ അവര് ആദർശനും നയനയും നവ്യയും കൂടെ പോയത് കണ്ടില്ലായിരുന്നു. എന്താന്ന് ആർക്കറിയാം, എന്തൊക്കെയോ ഒരു കള്ളത്തരം മണക്കുന്നുണ്ടെന്ന് പറയാം. ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞു, അതെ അവരെങ്ങോട്ടാ പോയെന്ന് ചോദിച്ചാൽ വേറെ എങ്ങോട്ടും പോയതല്ല, ഞാൻ കണ്ടതാ. നയനയും നവ്യയും ആദർശം കൂടെ പുറത്തു പോയേക്കുന്നത്. അവര് 3 പേരും ഒരുമിച്ചാ പോയേക്കുന്നത്. ഇനിയിപ്പോ നവ്യ തന്നെ പോയെന്ന് പറഞ്ഞിട്ട് അവരെ ആരും കുറ്റപ്പെടുത്തണ്ടെന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ 3 പേരും കൂടെ പുറത്തു പോയിക്കുന്നില്ലേ? നവ്യയുടെ കള്ളത്തരങ്ങളൊക്കെ നയനയ്ക്കും ആദർശനും അറിയാന്ന് എനിക്ക് തോന്നുന്നേ. മുത്തശ്ശൻ പറഞ്ഞു, ദേ നീ അനാവശ്യം പറയരുത് കേട്ടോ, വരുമല്ലോ, വന്നു കഴിയുമ്പോ എന്താന്ന് വെച്ചാൽ നമുക്ക് ചോദിക്കാന്ന് പറയണം. ആകപ്പാടെ വെട്ടിലായി പോയി മുത്തശ്ശൻ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയാ. ഈ സമയത്ത് പുറത്തൊരു കാറ് വന്നു നിന്നേ. കാറിനകത്തുനിന്ന് നയനെ നവ്യ ആദർശം കൂടെ ഇറങ്ങുവാണ്. നയന പറഞ്ഞു, നമ്മൾ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെ പ്രശ്നമാകുമോ? ഈ സമയത്ത് നമ്മൾ 3 പേരും കൂടെ ഒരുമിച്ച് പുറത്തു പോയത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, അതിനുള്ള ഉത്തരവൊക്കെ ഞാൻ പറഞ്ഞോളാം എന്ന് പറയാം. നബി പറഞ്ഞു, എന്നാലും ഈ സമയത്ത് ആദർശാണ്ട് എൻ്റെ ഒപ്പം നിന്നല്ലോ, ഒരുപാട് നന്ദിയുണ്ട്. അത് നീ നിരപരാധിയാന്ന് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് നിന്റെ ഒപ്പം ഞാൻ നിന്നെ. നിന്റെ നിരപരാധിത്വം എനിക്ക് മനസ്സിലായി. ബാ, ഇനിയിപ്പോ ഇവിടെ നിൽക്കണ്ട, അകത്തേക്ക് ചെല്ല. ഇനിയിപ്പോ ആരിൽ എന്തേലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞോളാം എന്ന് പറയാണ്. എന്നാലും അവൻ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ആദർശേട്ടാ. അവന്റെ സ്വഭാവത്തെക്കുറിച്ച് ശരിക്കും അറിയത്തില്ലാഞ്ഞേട്ടാ. നയന പറഞ്ഞു, ഇനി ഇപ്പൊ അതോർത്ത് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. അവന്റെ കള്ളത്തരങ്ങള് അവൻ ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ പുറത്തു വരും. ചേച്ചി അതോർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവര് 3 പേരും കൂടെ അകത്തേക്ക് കയറി വരുവാണ്. കയറി വന്നു കഴിയുമ്പോൾ കാണുന്ന കാഴ്ചയോ എല്ലാരും കൂടെ കൂടി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ജലി ചോദിച്ചു, അല്ല നിങ്ങൾ 3 പേരും കൂടെ എങ്ങോട്ടാ പോയെന്ന് ചോദിക്കാണ്. ആദർശിലൊരു പരിങ്ങളുണ്ടായി. എന്ത് പെട്ടെന്നൊരു ചോദ്യമാകുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചില്ല. കാരണം എല്ലാവരും കൂടെ കൂടി നിന്നിട്ട് ഇങ്ങനെ വിസ്തരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഒന്നും മിണ്ടാതെങ്കിൽ മൂർത്തിമുത്തശ്ശന്, നിനക്ക് എന്നാ വായിക്കാത്ത നാക്കില്ല, നീ എന്താണ് അന്ന് പരുമ്പന്നേ? നിങ്ങൾ 3 പേരും കൂടെ എങ്ങോട്ട് പോയതാന്ന് ചോദിക്കുവാണ്. പെട്ടെന്ന് എന്ത് മറുപടി പറയണമെന്നറിയില്ലാതെ ആദർശ് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അപ്പൊ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് അറിയണ്ടേ? ഇനിയിപ്പൊ ആദർശ് സത്യങ്ങൾ തുറന്നു പറയാന്നൊക്കെ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.